ചുറ്റാനക്കരയിൽ പീഡനത്തിനിരയായി ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ആൺസുഹൃത്തിന്റെ മർദ്ദനമേറ്റ് സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 6 ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു ആ പെൺകുട്ടി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. നേരത്തെ പിടിയിലായ പ്രതി അനൂപ് നിലവിൽ റിമാൻഡിലാണ്. ബിനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, 6 ദിവസം ജീവന് വേണ്ടി പോരാടിയ ശേഷമാണ് കുട്ടി മരിച്ചത്. പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോഴായിരിക്കും? ഈ പ്രതി നിലവിൽ റിമാൻഡിലായിട്ടുള്ള പ്രതി കൊലക്കുറ്റം എപ്പോഴായിരിക്കും ചുമത്തുക? ചോറ്റാനിക്കരയിലെ ആ പെൺകുട്ടി 2:15 മരിച്ചത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചോറ്റാനിക്കര പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് വേണ്ടിവരുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. മെഡിക്കൽ കോളേജിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനുള്ള സാധ്യതകൾ പോലീസ് ആരാഞ്ഞിരുന്നു. പക്ഷേ അത് ഇപ്പോഴും അതിന്റെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കുന്നില്ല എങ്കിൽ നാളെയായിരിക്കും ആ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകുക. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഈ കേസിലെ പ്രതിയായ അനൂപിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തിയുള്ള റിപ്പോർട്ട് അധികം വൈകാതെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യും. അതിക്രൂരമായ പീഡനമാണ് ആ പെൺകുട്ടി ഏറ്റത് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ വീട്ടിൽ വെച്ച്, ആ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് തന്നെ ആൺസുഹൃത്തായ അനൂപ്, കോട്ടയം സ്വദേശിയാണ്, ആ വീട്ടിൽ കയറി വന്ന് അതിക്രൂരമായി ശാരീരികവും മാനസികവുമായി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. ഈ ആശുപത്രിയിൽ എത്തിക്കുന്നത് ഞായറാഴ്ച രാവിലെ ആ പെൺകുട്ടിയെ വീട്ടിൽ എത്തിയ ബന്ധുവാണ് ഈ അബോധാവസ്ഥയിൽ കാണുന്നത്. ഈ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ കുട്ടിക്ക് ബോധമുണ്ടായിരുന്നില്ല എന്നാണ് ഡോക്ടർമാരടക്കം അറിയിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് 19 വയസ്സുകാരി ആ ജീവിതത്തോട് മല്ലിട്ട് വന്നിരുന്നത്. പക്ഷേ അവരുടെ 2:15 ആ പോരാട്ടം അവസാനിച്ചു. ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയാണ് ഉണ്ടായത്. അല്പം മുമ്പ് ആ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയും അവിടെ വെച്ച് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇൻക്വസ്റ്റ് തന്നെയാണ് ഈ കേസിൽ പ്രധാനമായിട്ടുള്ള കാരണം. ഏതൊക്കെ മുറിവുകളാണ് ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾ ആ കുട്ടി ഏറ്റുവാങ്ങി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻക്വസ്റ്റിലൂടെ ആയിരിക്കും പോലീസിന് വ്യക്തമാകുക. അതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ മോർച്ചറിയിൽ നടക്കുന്നത്. ചോറ്റാനിക്കരയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ, അതായത് ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ അയൽക്കാരടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ മരണസമയത്ത് കുട്ടിയുടെ അമ്മയും അടുത്ത ബന്ധുക്കളും ഒക്കെ തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. ഈ അനൂപ് മുൻപും ഈ വീട്ടിലെത്തുകയും അവിടെ വെച്ച് അയൽക്കാരോട് ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്തു എന്ന രീതിയിലുള്ള പരാതികളും അനൂപിനെതിരെ വന്നിട്ടുണ്ട്. പശ്ചാത്തലമുള്ള ഒരാളാണല്ലോ അല്ലെ? അയാൾക്കെതിരെ മുൻപും കുറ്റങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ കോട്ടയത്തൊക്കെ ഉണ്ട് എന്ന് കേൾക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കോട്ടയത്ത് 2 കേസുകൾ അനൂപിനെതിരെ ഉണ്ട് എന്നാണ് റൂറൽ പോലീസ് മനസ്സിലാക്കുന്നത്. ഈ സംഭവത്തിന് ശേഷമാണ് ഇത് സംബന്ധിച്ച കൂടുതൽ പരിശോധനകൾ പോലീസിന്റെ ഭാഗത്ത് വന്നത്. ഇയാൾ ലഹരിക്കടിമയായിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. ഇപ്പോൾ റിമാൻഡിലാണ് അനൂപുള്ളത്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഈ ക്രൂരമായ പീഡനങ്ങൾ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രാഥമികമായി ചോദ്യം ചെയ്യലിൽ ചില കാര്യങ്ങളൊക്കെ അനൂപ് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അത് പോരാ, കൂടുതൽ വിവരങ്ങളും തെളിവുകളും പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ഇതൊരു ദൃക്സാക്ഷികളില്ലാത്തൊരു ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചാൽ മാത്രമായിരിക്കും ഈ പ്രതിക്ക് കൃത്യമായ ശിക്ഷ നൽകാൻ കഴിയുക, ആ രീതിയിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഏറ്റവും ശാസ്ത്രീയവും ആയിട്ടുള്ള ഒരു അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ വേണ്ടിവരും. അയൽക്കാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. മുൻപ് അനൂപ് ഈ വീട്ടിൽ വന്നപ്പോൾ അതിനെ എതിർത്ത അയൽക്കാരോട് വധഭീഷണി അടക്കം മുഴക്കിപ്പോയി എന്നതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള പരാതികളും പോലീസിന് മുന്നിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്.